അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യം നമുക്ക് വായിക്കാം. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ പ്രവചനവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അന്റിയോക്കസ് 4 എപ്പിപ്പാനസിൻ്റെ കാലത്ത് ഈ പ്രവചനവാക്യത്തിൻ്റെ ആദ്യ ഭാഗം നിവൃത്തിയായി കഴിഞ്ഞു. ന്യായപ്രമാണം അനുസരിക്കാത്ത ജനങ്ങളുടെ കൂട്ടുപിടിച്ച് അവരെ ഉപയോഗിച്ച് യഹോവയ്ക്കെതിരെ അനവധി മ്ലേച്ഛതകൾ ഈ രാജാവ് നടത്തി. യഹോവയുടെ യാഗപീഠത്തിൽ പന്നിയെ തന്നെ യാഗം കഴിച്ചു. കാരണം ഈ രാജാവ് ദൈവം മനുഷ്യനായതാണ് എന്ന് പറയപ്പെട്ടിരുന്നു. താനാണ് ദൈവമെന്ന് ഇവൻ അവകാശപ്പെടുന്നു. ഇവനിൽ കൂടി എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിരുന്നു എന്ന് സാരം. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ കാലത്ത് എന്തു ചെയ്യുമെന്ന് നാം വായിച്ചു കേട്ട വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്. നമ്മുടെ കാലത്ത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അന്ത്യകാലം എന്നാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്ന്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കുകയും ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിന്മേലും തന്നെത്താൻ ഉയർത്തും എന്നതാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം വായിച്ചത്, ന്യായപ്രമാണത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എതിർ ക്രിസ്തു ഉപായം കൊണ്ട് വഷളാക്കും. എല്ലാ കാലത്തും ദൈവവചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ അഥവാ ബൈബിളിൻ്റെ അധികാരികൾ എന്ന് അറിയപ്പെടുന്ന ആളുകളാണ് ഇവിടെ പ്രസ്താവിച്ച ന്യായപ്രമാണത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവർ. ഈ വ്യക്തികളെ എതിർ ക്രിസ്തു ഉപായത്താൽ വഷളാക്കും എന്ന് പറഞ്ഞാൽ താൻ ആണ് വാഗ്ദത്ത മശിഹ എന്നോ താൻ ദൈവമാണ് എന്നോ പറഞ്ഞുകൊണ്ട് സാത്താനെ ആരാധിക്കുന്നവരാക്കി തീർക്കും. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്നാണ് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം കേട്ടത്. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതാണ് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ 2 വാക്യങ്ങളുടെയും വെളിച്ചത്തിൽ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. സത്യദൈവം ആരാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ഇതിനുത്തരം യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ശുദ്ധമായ ഹൃദയമുള്ളവർക്ക് ദൈവത്തെ കാണുവാൻ കഴിയൂ, അഥവാ സത്യദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കൂ. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. സാത്താന് ദൈവത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. ഒരിക്കൽ യേശുവിനോട് അവൻ പറയുകയും ചെയ്തു, നീ ആരാണെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നാണ് അവൻ പറഞ്ഞത്. പിശാച് ദൈവത്തെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. കാരണം ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനിലെ ഭൂതം യേശുവിനോട് പറഞ്ഞത്, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുത്, പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ അനുവദിക്കണമേ എന്നാണ്. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് സാത്താന് യേശുവിനെ ഭയം ആണെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് നല്ല അറിവ് സാത്താനുണ്ട്, എന്നാൽ സാത്താൻ ദൈവത്തെ അറിയുകയില്ല. ഇതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് നമുക്ക് പല പുസ്തകങ്ങളിൽ കൂടി ഗ്രഹിക്കുവാൻ കഴിയും. എന്നാൽ അതൊന്നും വിശ്വസനീയമോ തെളിയിക്കുവാൻ കഴിയുന്നതോ അല്ല. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അവൻ ജീവനുള്ള സത്യദൈവമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. കാരണം ഭൂമിയിൽ നിന്ന് നിലവിലുള്ള ഇസ്രയേൽ രാഷ്ട്രം മാത്രം മതി ബൈബിളിലെ ദൈവം ജീവിക്കുന്ന ഏക സത്യദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ.
എൻ്റെ വചനം അനുസരിച്ചില്ല എങ്കിൽ, എന്നോട് നിങ്ങൾ പാപം ചെയ്താൽ, ഇസ്രയേലെ, നിങ്ങളെ ഞാൻ ഭൂമിയുടെ അറ്റത്തോളം പ്രവാസികളായി അയക്കും എന്നും, എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തായിരുന്നാലും ഞാൻ നിങ്ങളെ പെറുക്കിയെടുക്കുമെന്നും ബൈബിളിലെ ദൈവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 70 യഹൂദന്മാർ ഇസ്രായേൽ രാജ്യം വിട്ട് ഭൂമിയിലെ സകല രാജ്യങ്ങളിലേക്കും ചിന്നിച്ചിതറേണ്ടി വന്നു. AD 70 മുതൽ 1948 വരെ ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഭൂമിയിലെ സകല ജനത്തിനും അറിയാം. കേരളത്തിൽ പോലും അനേകം യഹൂദന്മാർ കടന്നു വന്നിരുന്നു. എന്നാൽ 1948 ഭൂമിയിലെ സകല ദേശങ്ങളിൽ നിന്നും ദൈവം യഹൂദന്മാരെ പാലസ്തീനിൽ ഒന്നിച്ചുകൂട്ടി. ഇസ്രായേൽ എന്ന ഒരു കൊച്ചു രാജ്യം നിലവിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കൊച്ചു രാജ്യത്തോട് ഏറ്റുമുട്ടുവാൻ ചൈനയ്ക്കോ റഷ്യയ്ക്കോ പോലും കഴിയുകയില്ല എന്നും, ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ രാജ്യത്തിനു പോലും സഹായം എത്തിക്കുന്നത് AD 70 മുതൽ 1948 വരെ ഭൂമിയിൽ ഇല്ലാതിരിക്കുകയും അപ്പോൾ തന്നെ ഭൂമിയിലെ സകല രാജ്യങ്ങളിലും സ്വന്തമായി ഒരു രാഷ്ട്രം ഇല്ലാതെ, സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ അന്യരാഷ്ട്രങ്ങളെ ആശ്രയിച്ച് ഇരുന്നവരുമായ ഇസ്രായേൽ രാഷ്ട്രമാണ് എന്നത് നമുക്കറിയാം. ബൈബിൾ സത്യവേദ പുസ്തകമാണെന്ന് ബൈബിൾ സത്യവേദ പുസ്തകമാണെന്നും ബൈബിളിലെ ദൈവം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവനാണെന്നും ഇതിൽ കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല. മറ്റെല്ലാ പുസ്തകങ്ങളും ഐതിഹ്യം മാത്രമായി അവശേഷിക്കുമ്പോൾ താൻ ഇപ്പോഴും ജീവിക്കുന്നവനാണെന്നും താൻ മാത്രമാണ് സത്യദൈവം എന്നും യേശു ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ശക്തനാണെന്നും അവന് കഴിവുകളുണ്ടെന്നും അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്നും നീതിമാനാണെന്നും അറിയുന്നവരെ ദൈവത്തെക്കുറിച്ച് അറിയുന്നവരെന്ന് പറയാം. എന്നാൽ ദൈവത്തെ അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്നും അവനെൻ്റെ സൃഷ്ടാവും പിതാവുമാണെന്നും അവനെൻ്റെ നന്മയ്ക്കായി നിയമങ്ങൾ തന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കി അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുകയും അവൻ്റെ ആലോചന അഥവാ ഗൈഡൻസ് അനുസരിച്ച് ഓരോ ദിവസവും ജീവിക്കുകയും ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാതെ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കുകയും ചെയ്യുന്നതിനെയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു മാമ്പഴം കാണുമ്പോൾ അത് മാമ്പഴമാണെന്നും തിന്നാൻ നല്ലതാണെന്നും അതിന് മധുരമുണ്ടെന്നും നമുക്കറിയാം. ഇത് നമുക്ക് മാമ്പഴത്തെക്കുറിച്ചുള്ള അറിവാണ്. എന്നാൽ ആ മാമ്പഴം നാം ഭക്ഷിക്കുമ്പോൾ അഥവാ രുചിക്കുമ്പോൾ നാം ഇപ്പോൾ മാമ്പഴത്തെക്കുറിച്ചല്ല, മാമ്പഴത്തെയാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് എഴുതിയത്, യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിവിൻ എന്ന്. നാം വായിച്ചു കേട്ട ദാനിയേൽ പ്രവചനം 11 അധ്യായം 32 വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയെന്നാൽ, ദൈവത്തെ നാം കേട്ടതുപോലെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, സത്യദൈവത്തെയും അവൻ്റെ ഇഷ്ടത്തെയും അറിഞ്ഞ് അവൻ്റെ ഹിതം പോലെ ജീവിക്കുന്ന വ്യക്തികൾക്ക് എതിർ ക്രിസ്തുവിൻ്റെ ചതിയിൽ വീഴാതെ ക്രിസ്തുവിനെ തന്നെ പിൻപറ്റുവാൻ കഴിയുന്നു. തങ്ങളുടെ നാഥൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുകയും അവരുടെ നാഥന് പിന്നാലെ നടക്കുകയും ചെയ്യുന്നു. അവരെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അവരെ ചതിക്കുവാൻ സാധിക്കാത്തതിനാൽ ലജ്ജിച്ച് തല താഴ്ത്തി മടങ്ങേണ്ടി വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ബൈബിൾ വായിച്ച് പഠിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നുവെന്ന് നാം അനുദിനം ഉറപ്പ് വരുത്തിക്കൊള്ളണം. ക്രിസ്തുവും എതിർ ക്രിസ്തുവും ഉണ്ട്. രണ്ടു പേരുടെയും പേരിൽ ക്രിസ്തു എന്ന പദമുണ്ട്. എന്നാൽ രണ്ടുപേരുടെയും സ്വഭാവം ഇരുളും വെളിച്ചവും പോലെയാണെന്ന് നാം ഓർക്കണം. എതിർ ക്രിസ്തു വ്യഭിചാരത്തിലും കൊലപാതകത്തിലും മോഷണത്തിലും സകലവിധ അസാൻമാർഗിക ജീവിതത്തിലും രസിക്കുകയും അപ്രകാരം തൻ്റെ ജനത്തെ രസിപ്പിക്കുകയും ചെയ്യുമ്പോൾ, സത്യദൈവമായ ക്രിസ്തു നമ്മോട് പറയുന്നത് വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, മരിച്ചവരോട് പ്രാർത്ഥിക്കരുത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ജഡത്തിനായി ചിന്തിക്കരുത്, പൊട്ടച്ചൊല്ലും കളിവാക്കും വരുത്, സഹോദരനെ മൂട എന്ന് വിളിക്കരുത്, നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുത്, നിങ്ങൾ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് എന്നിത്യാദി കാര്യങ്ങളാണ് സത്യദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. തന്നെയുമല്ല, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം എന്നും സത്യദൈവം നമ്മോട് കൽപ്പിക്കുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നാണ്.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവം നാം കേട്ടുവല്ലോ. ക്രിസ്തുവിൻ്റെ സ്വഭാവവും നാം കേട്ട് കഴിഞ്ഞു. നാം ഇതിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണോ പിന്തുടരുന്നത് എന്ന് ഉറപ്പുവരുത്തി ജീവിക്കണം. കാരണം എതിർ ക്രിസ്തുവിനെയും അവൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ട് അത് അനുഗമിക്കുന്നവരെയും തീയും ഗന്ധകവും കത്തുന്ന തീ പൊയ്കയിൽ ഇട്ട് കളയും. ആകയാൽ നാം വളരെ ഭയത്തോടെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് എതിർ ക്രിസ്തുവിനെ ഓടിച്ച് കളയുവാനും ക്രിസ്തുവിനെ അനുഗ്രഹിക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ സമാധാന പ്രഭുവായ അങ്ങ് അവരുടെ ഹൃദയത്തിൽ കടന്ന് അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വിവാഹപ്രായമായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തക്കതായ തുണകളെ കർത്താവ് കൊടുക്കണമേ. അവരാരാലും വഞ്ചിക്കപ്പെടുവാനിട വരാതെങ്കിൽ അവർ സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.